എന്റെ ഉള്ളിലിരുന്ന് ആരോ എന്നോട് പറയുന്ന പോലെ മുമ്പോട്ട് മുമ്പോട്ടെന്ന്. അച്ഛനെ വണങ്ങി അച്ഛന്റെ പണിയായുധങ്ങളും അമ്മ തന്ന പൂജാ സാമഗ്രികളൊക്കെ എടുത്ത് വേദപുസ്തകം നോക്കി കിണർ പണിയുടെ ശാസ്ത്രം പഠിക്കാൻ പോവുക ഞാൻ ഈ രാത്രിയില്. രാവിലെ സ്വപ്നഭൂമിയിലെ കിണറിന്റെ പണി തുടങ്ങാൻ. ഇതെടുത്ത് മാറ്റ. വസോണ, ഇതെടുത്ത് താഴ്ത്തേക്ക്. പണിയായുധങ്ങളൊക്കെ എടുത്തോണ്ട് പോവാ. ഇതാണ് കിണറിന്റെ സ്ഥാനം. സ്ഥാനമുറച്ചപ്പോ പെലുവാപക്ഷി ചിലച്ച് സ്ഥാനം ശരി തന്നെയെന്ന് അറിയിച്ചു. പരദേവതയോടും കുലദൈവങ്ങളോടും പാതാള ദേവതകളോടും അനുമതി വാങ്ങി സ്വപ്നഭൂമിയിലെ കിണറ് ഞാനിവിടെ കുഴിക്കുക. വേണ്ട, ഈ സ്ഥാനത്ത് കിണർ കുഴിക്കണ്ട. വേറൊരിടം കണ്ടുപിടിക്കണം. എന്തേ? കാര്യമുണ്ട്. അത് തന്നെ, പൗർണമി കഴിയും മുമ്പേ ഇനി ഒരു സ്ഥാനം നിർണയിക്കണം. എനിക്ക് പറ്റില്ല. ഈ വേദപുസ്തകത്തെയും അച്ഛന്റെ പണിയായുധങ്ങളെയും അമ്മ തന്ന പൂജാവസ്തുക്കളെയും ധിക്കരിക്കാൻ എനിക്ക് പറ്റില്ല. പെലുവാപക്ഷിയുടെ രൂപത്തിൽ നല്ല വൃത്താന്തം അറിയിച്ച പ്രകൃതേശ്വരുടെ ആശീർവാദം അവഗണിക്കാനും എനിക്ക് പറ്റില്ല. ഈ സുന്ദര കില്ലാടി ഈ സ്വപ്നഭൂമിയിൽ ഒരു കിണർ കുഴിച്ചാൽ അത് അവിടെയായിരിക്കും, അവിടെ മാത്രം. ആരെന്തൊക്കെ പറഞ്ഞാലും അതിലൊരു മാറ്റമില്ല. കൃത്യം അതേ സ്ഥാനത്ത് തന്നെ മുമ്പൊരു കിണർ കുഴിച്ചതാ. 60 വർഷങ്ങൾക്ക് മുമ്പ് സർക്കാരിന്റെ ആജ്ഞയും കോടതിയുടെ ഉത്തരവുമായി വന്ന ഒരു തഹസീൽദാര് കുഴിക്കല്ലേ കുഴിക്കല്ലേ എന്ന് അന്നിവിടെ ഉള്ളവർ കരഞ്ഞു പറഞ്ഞതാ. കേട്ടില്ല.
അന്ന് ഇതുപോലെ സ്ഥാനം നിശ്ചയിച്ചത് കല്ലുശ്ശേരിക്കാരൊരു മേസ്ത്രിയായിരുന്നു. തുടക്കം മുതലേ ദുശകനങ്ങൾ. 45 കോല് കുഴിച്ചു ചെന്നപ്പോ മണ്ണിടിഞ്ഞു, ഭൂമി ഇളകി, പിന്നെ അതൊരു ഭൂമികുലുക്കമായി മാറി. കിണർ കുഴിക്കാൻ സഹായിച്ച സ്വപ്നഭൂമിയിലെ 17 ചെറുപ്പക്കാരും മണ്ണിടിഞ്ഞു വീണു മരിച്ചു. ഇടിഞ്ഞു വീണ മണ്ണിനടിയില് ആ സ്ഥാനത്ത് ഇപ്പോഴും കിടപ്പുണ്ട് കല്ലൂശ്ശേരിക്കാരൻ മേസ്ത്രി. ആ കിണറ് മണ്ണിട്ട് മൂടിയതിനു ശേഷമാണ് ഭൂകമ്പം നിന്നത്, രോഗം ശമിച്ചത്, എല്ലാം ശാന്തമായത്. അന്ന് മരിച്ചവരെ അവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്. അവരുടെ നെഞ്ചത്തു കൂടി തന്നെ ഇനിയൊരു കിണർ കുഴിക്കണോ? ഈ നാശം പിടിച്ച സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ ഇതേ ഒരൊറ്റ മാർഗമുള്ളൂ. ഇവിടെ തന്നെ കുഴിക്കുന്ന കടുംപിടുത്തം പിടിച്ചോ, എന്നാ നമുക്ക് രക്ഷപ്പെടാം. വാസോണ്ണ വേറെ പണി നോക്കണം. 17 അല്ല 17,000 പേരോട് ചത്ത് കിടപ്പുണ്ടെങ്കിലും ഞാൻ അവിടെ കുഴിക്കൂ. അത് ഉറപ്പാ. മറ്റെവിടെയെങ്കിലും കിണറിന് സ്ഥാനം നോക്കണെങ്കിലേ മറ്റേതെങ്കിലും മേസ്ത്രിയെ കൊണ്ടുവന്നോ, ഞാനില്ല. പിള്ളേര് കളിയാണെന്ന് വിചാരിച്ചേ. രാത്രി മുഴുവൻ ഉറക്കം ഉളച്ചിരുന്ന് ശാസ്ത്രം അത്ര മനപ്പാടമാക്കി ഏകാഗ്രതയോടെ സ്ഥാനം കുറിച്ച് ചിലരുടെ കാര്യ ഈ സ്ഥാനം മാറ്റി ഞാൻ വേറെ സ്ഥലത്ത് മണ്ണ് മാന്തിയാ, സോറി, ഞാൻ വേറെ സ്ഥലത്ത് മണ്ണ് മാന്തിയാലേ പൂർവികളുടെ ആത്മാക്കൾ പോലും എന്നോട് പൊറുക്കില്ല. വലിച്ചേ വേഗം പറയണം. ഈ സ്ഥാനത്ത് കുഴിക്കാനാണെങ്കിൽ മരണത്തെ പോലും ഭയപ്പെടാതെ ഞാൻ റെഡി. അല്ലെങ്കിൽ വേറെ ആളെ നോക്കിക്കോട്ടാ. ഒരു കാരണവശാൽ യുവമാരെ ഇവിടുന്ന് വിടരുത്. സ്ട്രോങ് ആയിട്ട് നിന്നോ. ഈ കാര്യം പറഞ്ഞിട്ട് അഡ്വാൻസ് തിരിച്ചു കൊടുക്കാതിരിക്കുക. വേഗം തീരുമാനം പറ. ഞാനിവിടെ കുഴിക്കണോ അതോ ഇവിടുന്ന് പോണോന്ന്? സുന്ദരകില്ലാടി ഇവിടുന്ന് തിരികെ പോയാൽ പിന്നെ ഒരിക്കലും നമുക്കിവിടെ ഒരു കിണറുണ്ടാവില്ല. അതുകൊണ്ട് ശകുനം നോക്കി അതനുസരിച്ചുള്ള തീരുമാനമെടുക്കാം. വെള്ളച്ചാമി, ശകുനം എന്താണെന്ന് നോക്ക്. കുടുങ്ങിയോ? എവിടെ കുടുങ്ങാൻ? യുവമാരൊക്കെ പേടിച്ചു തൂറുകളല്ലേ. നമ്മൾ രക്ഷപ്പെട്ടെന്നേ. നാദവഴിയേ ചൊല്ല്. എന്തുവാ വാസുണ്ണ ഇതൊക്കെ? ഭ്രാന്ത് പിന്നെന്ത്? ആണസുരം, പെണ്ണ് ദേവം. നാദവഴിയാണ് ചൊല്ല്. ആദ്യം കേൾക്കുന്ന ശബ്ദം, നാദം ഏത് വഴിക്കാണെന്ന് നോക്കുക. ആ ദിക്കിൽ നിന്ന് വരുന്നതാണ് ശകുനം. ആൺവർഗത്തിൽപ്പെട്ടതാണ് വരുന്നതെങ്കിൽ അസുരം. കിണറവിടെ കുഴിക്കേണ്ട, സുന്ദരകില്ലാടിക്ക് പോകാം. ഇനി പെൺവർഗത്തിൽപ്പെട്ടതാണ് വരുന്നതെങ്കിൽ പെണ്ണ് ദേവം. സുന്ദരകില്ലാടിയുടെ വാദമാണ് ശരി. കിണർ അവിടെ തന്നെ കുഴിക്കാം, തടസ്സമില്ല. മൗനമായി നിൽക്കുക. ഇനി വരുന്ന ശബ്ദം ഏത് വഴിക്കാണെന്ന് ശ്രദ്ധിക്കണം. ഇത് എവിടെ ഇറക്കണ്ടേ? എന്റെ നെഞ്ചത്തോട്ട്. അത് ശരി, അത്രയ്ക്ക് സങ്കടായല്ലേ? അപ്പൊ ആരും വരില്ലെന്നായിരുന്നു ആശ. പറ, എവിടെ ഇറക്കണ്ടേ? വാസുണ്ണ പിടിച്ചു താഴ്ത്തിറക്ക്. നിക്ക് കൂലി പറഞ്ഞിട്ട് ഇറക്കാം. കൂലിയോ? ആ, ഒരു ചുമട് ഇഷ്ടിക ഇറക്കാൻ 500 രൂപ, ഒരു കോല് മണ്ണ് മാറ്റാൻ 500 രൂപ. അയ്യാ, ഒരു കോലി കോപ്രായം വേണ്ട. പുതിയ പ്രശ്നമാക്കാനും നോക്കണ്ട. കൂലി വാങ്ങാൻ പഠിച്ചാ പോരാ, കൊടുക്കാനും പഠിക്കണം. നിങ്ങൾ ചോദിച്ച കൂലി ന്യായാണെങ്കിൽ ഞാൻ ചോദിച്ച കൂലി ന്യായം തന്നെയാ. ഇറക്കിക്കോട്ടെ. വാസുണ്ണ എവിടെയെങ്കിലും ഇറക്കി വെക്കി. മോള് തിരി. മെല്ലെ. ഇതൊരു ദുസൂചനയാ, ശക്തമായ ദുസൂചന. അല്ലെന്നുണ്ടെ ഒരു കുഴപ്പമില്ലാതെ നിന്നിരുന്ന ആ മരം ഇപ്പൊ കാറ്റ് പോലും അടിക്കാൻ ഒടിഞ്ഞു വീഴുവോ? അയ്യാ, നിമിത്തങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ഇത് നോക്കണ്ടേ? മരണം അതിന്റെ കോട്ടവാതിൽ തുറന്നിരിക്കുക.
പിന്നെ കേട്ടൊന്നും ചില്ലറ കാര്യമല്ല പ്രേമ, സൂക്ഷിക്കണം. നമുക്കിറങ്ങാം. നമുക്കിപ്പോ തന്നെ പോവാം. മതി. എന്താ അയ്യാ ഒന്നും പറയാത്തേ? പറയാനുള്ളത് ആലോചിച്ച് പിന്നീട് പറയും. തൽക്കാലം ഇന്നത്തെ കിണറുപണി ഇവിടെ നിർത്താം. നാളെ കാലത്ത് വീണ്ടും ആരംഭിക്കും. അത്ര തന്നെ. വാ പോവാം. വല്ലാതൊരു കഷ്ടപ്പാടില്ല കുടുങ്ങിയത്. ഓ, ചുമടിറക്കിയ കൂലി ആകെ ആദ്യം പിടിച്ച് വെക്കുമ്പോ ഒരു കൂലി. ഞാൻ വാങ്ങിച്ചോളാം. പിന്നെ ഏ നാളെ എപ്പോഴാ വരണ്ടേ? അതേ നാളെ പറയാം. അവിടെ പോവാം. ആ പോവന്നെ. വാ വാ